അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ 350 തണ്ടർപേഡ് ഒരു 97 മുകളിൽ തണ്ടർപേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻഫീൽഡിൻ്റെ ഒരു ക്രൂയിസർ ബൈക്കായിട്ടോ. നമുക്കത് ഫ്രണ്ടിൽ നിന്ന് തന്നെ അതിൻ്റെ വ്യൂ വരുമ്പോൾ എന്ന് പറയുമ്പോൾ 2 ഡ്യുവൽ മീറ്ററുകളാണ് കൊടുത്തേക്കണേ. പിന്നെ നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് അത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. കണ്ടാ, ഫ്രണ്ടിൽ റൗണ്ടിൽ കൊടുത്തിട്ട് ഒരു പ്ലൈറ്റിങ്ങിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ബെൽ ടൈപ്പാണ് ബാക്ക് വരുന്നത്. പിന്നെ ഇനി ഷോക്ക് അബ്സർ നോക്കുകയാണെങ്കിൽ കണ്ടാ, ഇതിൽ സ്പ്രിങ് അടിച്ചിട്ട് നല്ല ഹെവി ഷോക്ക് അബ്സറുകൾ തന്നെയാണ് കൊടുത്തേക്കണത്. 2 ഇൻഡിക്കേറ്ററുകൾ വരുന്നത് ഇവിടെ ആയിട്ടാണ് ഇൻഡിക്കേറ്ററുകൾ വരുന്നത്. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ കൊടുത്തേക്കണത് നമ്മുടെ മഡ്ഗാർഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കണേ. 3.25-19 ടയർ സൈസ് തന്നെ. ഡ്രം ബ്രേക്കുകളാണ് ഇതിന് നൽകിയിട്ടുള്ളത്. നമുക്ക് അടിപൊളി യു ഹാൻഡിലാണ് കൊടുത്തേക്കണത്. നല്ല വൈഡ് ആയി നിൽക്കുന്ന രീതിയിലുള്ള ഹാൻഡിലുകളാണ് കൊടുത്തേക്കണേ. ഇപ്പോൾ സ്വിച്ച് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ഒരു സ്വിച്ചും ഡിമ്മും ബ്രൈറ്റിൻ്റെ ഒരു സ്വിച്ചാണ് ഇവിടെ കൊടുത്തേക്കണത്. പിന്നെ ഇൻഡിക്കേറ്ററിന് എല്ലാ വണ്ടിക്കും കാണുന്ന പോലെയുള്ള ഒരു സ്വിച്ച് ഐറ്റംസുകൾ തന്നെ കൊടുത്തേക്കണേ. ഹോണ്ട സ്വിച്ച്, ചോക്ക് നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്പീഡോമീറ്ററാണ് ഇത് കൊടുത്തേക്കണത്. അതിൽ ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ഒരു 130 കിലോമീറ്റർ വരെ സ്പീഡിൽ നമുക്ക് ഈ വാഹനം ഓടിക്കാൻ പറ്റും. ഇത് വരുന്നത് RPM മീറ്ററുകൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് നമുക്കറിയാം ഫ്യൂവലിൻ്റെ ഒരു മീറ്ററും നൽകിയിട്ടുണ്ട്. എൻജിൻ ഓഫാണ് ഇത് കൊടുത്തേക്കണേ. നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാങ്കിനെ കുറിച്ച് പറയാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ടൈപ്പാണ് കൊടുത്തേക്കണേ. ഇവിടുന്ന് റൗണ്ടായിട്ട് ഇവിടെ ഓവലായിട്ട് വരുന്ന ടൈപ്പിലാണ് കൊടുത്തേക്കണേ. ഒരു കവർ നൽകിയിട്ടുണ്ട് ഇതിന്. ഇപ്പോൾ ഇതിലൊരു മീറ്ററിൻ്റെ ഇത് ഡെമ്മിയാണ്. ഒരു 15 ലിറ്റർ വരെ കൊള്ളാവുന്ന ടാങ്കുകളാണ് നൽകിയിട്ടുള്ളത്. പഴയ മോഡൽ തന്നെയാണ് കൊടുത്തേക്കണേ. പക്ഷേ ഗിയർ ബോക്സ് അപ്പുറത്തെ സൈഡിൽ ഗിയറൊക്കെ നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് കൊടുത്തേക്കണം. മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയറൊക്കെ ഇവിടെയാണല്ലോ വന്നു വരുന്നത്. ഈ മോഡൽ തുടങ്ങി അവർ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ലിവറുകളൊക്കെ അപ്പുറത്താണ് കൊടുത്തേക്കണേ. ഒരു 346 cc 4 സ്റ്റോക്ക് എഞ്ചിനാണ് നൽകിയേക്കണത്. വലിയൊരു കാർപ്പറേറ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എയർ കൂൾ എഞ്ചിനാണ് നൽകിയേക്കണേ. ഇതിൻ്റെ BHP നോക്കുകയാണെങ്കിൽ 17.64 കിലോവാട്ട് 5000 RPM ആണ് കൊടുത്തേക്കണേ. മാക്സിമം ടോർക്ക് നോക്കുകയാണെങ്കിൽ 40.85 Nm 3500 RPM ആണ് എൻജിന് നൽകിയേക്കണേ. 5 സ്പീഡ് ഗിയർ ബോക്സുകളായിട്ടാണ് നൽകിയേക്കണത്. ഒരു സൈഡ് കവറാണ് കൊടുത്തേക്കണേ. ഇവിടെ നമുക്ക് എയർ ഫിൽറ്ററുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പ്ലേറ്റിങ്ങിൽ ഒരു കവർ ഉണ്ടായിരുന്നു. നമുക്ക് ടൂൾസൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു കവർ കൊടുത്തിട്ടുണ്ടായി. അത് നഷ്ടപ്പെട്ടു പോയിന്ന് തോന്നുന്നു. പിന്നെ സൈലൻസർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ സൈലൻസർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗാർഡൊക്കെ നൽകിയിട്ടുണ്ട്. ഷോക്ക് അബ്സർ ഗ്യാസ് ടൈപ്പ് ഷോക്ക് അബ്സറുകളാണ് നൽകിയിരുന്നത്. മെറ്റൽ ടൈപ്പ് ബണ്ട് ഗാർഡുകളാണ് നൽകിയേക്കണേ. ടൈൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലൈറ്റിങ് കൊടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ബ്രേക്ക് ലൈറ്റ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പ്ലൈറ്റിങ്ങിൽ ഒരു സാരി ഗാർഡ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചെയിനും പോക്കറ്റൊക്കെ ഈ സൈഡിലാണ് വന്നിടണേ. ഇവിടെ ഒരു പ്ലേറ്റിങ്ങിൽ ഒരു കവർ നൽകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടൂൾസൊക്കെ വെക്കാൻ രീതിയിലുള്ള തന്നെ ഒരു കവർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ സൈഡ് കവറിലാണ് നൽകിയേക്കണേ. നമ്മുടെ ഗിയർ ലിവറുകൾ ഈ സൈഡിലാണ് കൊടുത്തേക്കണത്. ഈ എൻജിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ലോഗോ കാണാൻ പറ്റും. വലുപ്പത്തിലുള്ള ഒരു ഹെഡ് തന്നെയാണ് കൊടുത്തേക്കണത് കേട്ടോ. പിന്നെ എൻഫീൽഡിൻ്റെ നമുക്കറിയാലോ അത്യാവശ്യം ഒരു വലിയ ഹെവി വണ്ടി തന്നെയാണ്. ഇത് കാർബറേറ്റർ പുതിയത് സെറ്റ് ചെയ്തത് കേട്ടോ. ഇതിൻ്റെ താഴെയായിട്ട് തന്നെ നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് കാണാം. റിലാക്സ് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിങ്ങും ഹാൻഡിലും കൊടുത്തേക്കണേ. എത്ര ലോങ് യാത്രയിൽ നമുക്ക് നല്ല ഫ്രീ ആയിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും.
വരുന്നത് 2120 മില്ലിമീറ്റർ ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കണമെങ്കിൽ ഒരു 140 മില്ലിമീറ്ററും പിന്നെ താഴേന്ന് മൊത്തത്തിലുള്ള വണ്ടിയുടെ ഹൈറ്റ് വരുന്നത് 1080 ആണ് വരുന്നത്. 750 മില്ലിമീറ്റർ ആണ് വീതി നൽകിയിട്ടുള്ളത്. ഓടിക്കാൻ അടിപൊളിയാണ് കേട്ടാ, നല്ല സ്മൂത്ത് വണ്ടി. ഇത്ര പഴക്കണ്ടതിൽ വണ്ടി നല്ല സ്മൂത്താണ്, നല്ല നല്ല കംഫർട്ടാണ് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.